നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ദേ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ജോലികളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഇത്രയും ഒരു മാസം നമ്മൾ വീട്ടിലില്ലാതിരുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട് പെൻഡിങ് ആയിട്ടുള്ളത്. അല്ലാതെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടേ. അപ്പോൾ രാവിലെ ഇന്ന് ഫുൾ ക്ലീനിങ് ആയിരുന്നു. ഇന്നലെ ഫുൾ ക്ലീനിങ് ആയിരുന്നു, ഇന്ന് ക്ലീനിങ് ആയിരുന്നു. അപ്പം വീട് ഫുൾ പൊടിയെല്ലാം അടിച്ച് വലയൊക്കെ പിടിച്ച് കിടന്നു. അതെല്ലാം അടിച്ച് വാരി ഡോബിയൊക്കെ വീട്ടിട്ട് ദേ കുളിച്ചൊരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഉച്ച സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ബിരിയാണി വലിയ താല്പര്യമില്ല. കുറച്ച് ചോറും കപ്പയും മീൻകറിയും കഴിക്കാനാണ് കൊതി. അങ്ങനെ നേരെ പുളിശ്ശേരി കടയിൽ വന്നു. പറഞ്ഞില്ല, എനിക്ക് മറ്റേ രാജാ തട്ടുകടയിൽ പോകാനായിരുന്നു താല്പര്യം. പക്ഷെ കുറച്ചേറെ ദൂരമുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ നമ്മുടെ പല കാര്യങ്ങളും പെൻഡിങ് ആവും വീണ്ടും. അതുകൊണ്ട് പുളിശ്ശേരി കടയിൽ കയറി. പുളിശ്ശേരി കടയ്ക്ക് അടുത്ത് നമ്മുടെ കണ്ണൻ്റെ ഇലക്ട്രിക്കൽ ഷോപ്പില്ലേ, ശ്രീ ബിന്ദുസ്, അവിടെ ഒന്ന് വരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വന്ന വഴിക്ക് പുളിശ്ശേരി കടയിൽ കയറി ഊണും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഊണ്, കപ്പ, മീൻകറി, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ചൂരമീൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ചൂരമീനാണ് വറുത്തത് വാങ്ങിയത്. പിന്നെ മീൻകറി സാധാ ഒരു മീൻ കറിയായിരുന്നു. അതിൽ പീസൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത മീൻകറി വേണമെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മീൻകറി ഒഴിച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആ മീൻകറിയും കപ്പയൊക്കെ വെച്ചാണ് കഴിച്ചത് കേട്ടോ. കുറേ ദിവസമായിട്ട് മറ്റേ റൊട്ടിയും നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയൊക്കെ കഴിച്ച് സത്യമായിട്ട് എനിക്ക് ചോറും കപ്പയും കഴിച്ചോളാൻ വയ്യായിരുന്നു. കപ്പയും മീൻകറിയും കേട്ടോ. വേണേലും നെട്ടയത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോയി കഴിക്കാൻ ഉള്ള ഒരു സമയം കിട്ടുന്നില്ല. ഞാനിവിടുത്തെ ജോലികളെല്ലാം തീർന്നിട്ട് പോകുന്നത് വൈകിട്ടാണ്. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കഴിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ പോയി കഴിച്ചില്ല. അതുകൊണ്ടാണ് എവിടെ നിന്നെങ്കിലും കഴിക്കുന്നത്. വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഒരു ഊണൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിക്കാം എന്നും പറഞ്ഞാണ്, പഴങ്കഞ്ഞി കടയിൽ എവിടെയെങ്കിലും കയറാം, പഴങ്കഞ്ഞി കുടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണം പോലെ. അപ്പോഴാണ് നേരെ പുളിശ്ശേരി കടയുടെ ഫ്രണ്ടിൽ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഏട്ടൻ പോയത് തന്നെ അവിടെ ഇറക്കിയിട്ട്. അപ്പോൾ പിന്നെ അവിടെ കയറി കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഊണ് അവിടെ കഴിച്ചത്. ചമ്മന്തിയും മുളക് വറുത്തതും എല്ലാ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം യാത്ര പോയിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കേട്ടോ. എങ്കിലും ഇപ്രാവശ്യത്തെ യാത്രയിൽ അത്രയേറെ ബുദ്ധിമുട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ എനിക്ക് അവരുടെ ഫുഡൊക്കെ ഇഷ്ടമായി, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പിസയും ബ്രോസ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നത് ഇടയ്ക്ക് അതൊക്കെ കഴിച്ചത് കൊണ്ട് വലിയൊരു ക്ഷീണം തോന്നിയില്ല. പിന്നെ ഹൈദരാബാദിൽ നിന്നൊക്കെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. കപ്പ കുറച്ചേ ഇട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടി ഇട്ടതാന്ന് പറഞ്ഞ് കപ്പ കുറച്ചുകൂടെ വാങ്ങുകയാണ്. ചോറ് ലേശേ വാങ്ങിയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും കപ്പയും ചോറും ഞാൻ നിറയെ കഴിച്ചു. വേറെ കറികളൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. കപ്പയും ചോറും മീൻകറിയും മീൻ വറുത്തതും കൂടി വെച്ച് കഴിച്ചു. മീൻ വറുത്തതിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പൊടി കുറച്ച് കൂടുതൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടന് പൊടി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പൊടി കൂടെ എനിക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ നിറയെ പൊടിയൊക്കെ വെച്ച്, പൊടിയാണ് കൊളസ്ട്രോള്, പൊടിയൊക്കെ വെച്ച് മീൻ വറുത്തതും മീൻകറിയും കപ്പയൊക്കെ കൂട്ടി കഴിച്ചേ. നമുക്ക് സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചിനാണെങ്കിലും എന്തോരോ ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും രാവിലെ തുടങ്ങും അല്ലേ, പൊറോട്ടയും ബീഫും ചിക്കനും മട്ടനും അതും ഇതും ഒക്കെ ആയിട്ട്. പിന്നെ ഇടിയപ്പമുണ്ട്, അപ്പമുണ്ട്, ഉപ്മാവുണ്ട്, ഇഡ്ഡലിയുണ്ട്, ദോശയുണ്ട്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് വന്നാൽ അവർക്ക് കഴിക്കാൻ റൊട്ടി കടയും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. എവിടെ ചെന്നാലും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ പോകേണ്ടതൊന്നും ഇതൊന്നും കിട്ടത്തില്ലല്ലോ. ഉച്ചയ്ക്ക് ഊണിനോടായാലും എന്തോരം കറികളാണുള്ളതല്ലേ നമുക്ക്. മീൻ കറി, മീൻ വറുത്തത്, അത് ഇത്, തോരൻ, അവിയൽ, മെഴുക്കുവരട്ടി, എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അങ്ങോട്ടൊക്കെ ചെന്നാൽ ഒന്നുമില്ല, റൊട്ടി മാത്രം. എങ്ങനെ അവരെന്നും ഇത് കഴിക്കുന്നു എന്തോ അല്ലേ, അറിയില്ല. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ തകരപ്പറമ്പിലുള്ള ശ്രീ ബിന്ദുസ് ഇലക്ട്രിക്കൽസിൽ വരികയാണ്. ഇവിടുത്തെ കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയാം. തകരപ്പറമ്പിൽ ആ എൻട്രൻസിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ശ്രീ ബിന്ദുസ് ഇലക്ട്രിക്കൽസ്. ഹോൾസെയിൽ റേറ്റിനാണ് ഇവിടെ നമ്മളൊരു ബൾബ് വാങ്ങിയാലും ഒരു സ്വിച്ച് വാങ്ങിയാലും എല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും ഇലക്ട്രിക്കൽ A to Z സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണെന്ന് മാത്രമല്ല, എല്ലാം ഹോൾസെയിൽ റേറ്റിനാട്ടോ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ബൾക്കായിട്ടും വാങ്ങാം, സിംഗിളായിട്ടും ഒക്കെ വാങ്ങാം. ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം നമ്മുടെ ഹാളിലും റൂമിലൊക്കെ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ വസ്ത്രയുടെയൊക്കെ വീഡിയോസ് ഞാൻ പുറത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ച് LED സ്ട്രിപ്പെല്ലാം വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കണ്ണനാണ് ശ്രീ ബിന്ദുസിൻ്റെ ഓണർ. അപ്പോൾ പുള്ളിയാണ് എനിക്കൊരു ഇലക്ട്രീഷ്യനെ തന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഭയങ്കര ആത്മാർത്ഥതയോടെ നിന്ന് ജോലിയൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ആ ചേട്ടനെയാണ് ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ ലിസ്റ്റ് തന്നതനുസരിച്ച് നമ്മൾ ശ്രീ ബിന്ദുസിൽ വന്ന്
സാധനങ്ങളെല്ലാം എടുക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാം. കാരണം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇപ്പോൾ വീടൊക്കെ വയ്ക്കുമ്പോഴോ മെയിൻ്റനൻസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ബൾക്കായിട്ടൊക്കെ വേണമെങ്കിൽ വാങ്ങിയാൽ നല്ല ചീപ്പായിട്ട് കിട്ടും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ട് ചെന്നിട്ടുണ്ടെന്നും കാണാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പോയി വാങ്ങിയവരും എനിക്ക് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ചീപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ്. നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല ISO മാർക്കുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. വില കുറവാന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നിങ്ങൾക്കും ധൈര്യമായിട്ട് പോയി ഇവിടെ നിന്ന് സാധനങ്ങൾ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. തകരപ്പറമ്പിൽ അവിടെ നിന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് ഫസ്റ്റിൽ ശ്രീ ബിന്ദുസ് ഇലക്ട്രിക്കൽസ്. അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളെല്ലാം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വാങ്ങുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം വേദയെ ഞാൻ ട്യൂഷനാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ്റെ സ്ഥലം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആ സ്ഥലം നോക്കാനായിട്ട് വന്നതാണ്. ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചു ഇല്ലേ. അങ്ങോട്ടേക്കൊക്കെ പോയി ആഹാരത്തിൽ കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിലും വണ്ണം കുറച്ച് കൂടിയോന്നൊരു സംശയം ഇല്ല. പക്ഷേ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ സ്റ്റിൽ ആ ഒരു വെയിറ്റ് തന്നെ നിൽക്കുക കേട്ടോ. എന്നിട്ട് നേരെ ഞാൻ നെട്ടയത്ത് വന്നു. വേദയെ കൊണ്ടുവന്ന് രാവിലെ നെട്ടയത്ത് ഏട്ടനാക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വേദയ്ക്ക് ട്യൂഷനുണ്ട്. വേദയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കുറച്ച് നേരത്തെ വന്നു. കുഞ്ഞിയെ എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞിക്ക് പുതിയ ബേബി സീറ്റൊക്കെ വാങ്ങിച്ചു. നമ്മുടെ കാർ സീറ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് വാങ്ങിയായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കുഞ്ഞിക്ക് അതിലിരിക്കാനായിട്ട്. ഇരുന്നിട്ടിങ്ങനെ ആട്ടി കൊടുക്കാൻ പറ്റും. ആട്ടിയൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. വേദ അതിലിരുത്തി ആട്ടിയൊക്കെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് ചീമ എടുത്ത് അയച്ചു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു. കുഞ്ഞിയെ കുറേ സമയം കളിപ്പിച്ചു. അപ്പോൾ വേദയ്ക്ക് പഴംപൊരിയും ബീഫും വേണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പഴംപൊരിയും ബീഫും ഉണ്ടാക്കണം. ബീഫ് ഇന്നലെ 2 ദിവസം മുന്നേ വാങ്ങിച്ച് അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെടുത്തപ്പോഴേക്കും അത് ചീത്തയായിപ്പോയി കേട്ടോ. അങ്ങനെ അതിനെടുത്ത് കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെറുതെ പഴംപൊരി മാത്രമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പഴംപൊരി എല്ലാം കഴിച്ചിട്ട് നേരെ ട്യൂഷന് പോയി വേദയും കൊണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലാണെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ കാലിയാക്കിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ 1 മാസം ഇല്ലേ, അപ്പോൾ ഇരുന്ന് ചീത്തയായി പോകും. അപ്പോൾ അത്യാവശ്യം ഇന്ന് രാത്രിയിലത്തേക്ക് വേണ്ട, വൈകുന്നേരം ഇനിയിപ്പോൾ ഫുഡ് വാങ്ങണ്ട, പുട്ടും വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്ത് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. കൊച്ചുള്ളി, സവോള, ടൊമാറ്റോ, പിന്നെ ചില്ലി, ഗ്രീൻ ചില്ലി, പച്ചമുളക്, അങ്ങനെയൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ പരിപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങി. നാളെ പയർ കറിയോ പുട്ടിനോടൊപ്പം പയറോ ഒക്കെ വേണമെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങി ആ ടിന്നിലെല്ലാം നിറച്ച് വെക്കുക കേട്ടോ. സവോളയൊക്കെ കൊച്ചുള്ളിയുടെ അത്ര വലിപ്പമേ ഉള്ളൂ, കുഞ്ഞ് സവോള. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ വൈകുന്നേരം മുട്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി വെക്കാമെന്ന് കരുതി. പുട്ട് വേദയ്ക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് വന്നു. ആ വേദയ്ക്ക് മാംഗോ ഷേക്ക് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം വേദയ്ക്ക് മാംഗോ ഷേക്കും ഏട്ടന് പുട്ടും മുട്ടക്കറിയും മതി എന്ന് പറഞ്ഞു. രാവിലെ സമയം കിട്ടിയില്ല. രാവിലെ ഞാൻ എന്തോ ഉണ്ടാക്കിയല്ലോ എന്നാണ് തോന്നുന്നത്, ഞാൻ മറന്നുപോയി. രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുട്ടുണ്ടാക്കി കേട്ടോ. പുട്ടുണ്ടാക്കി പഴവും കൂടി കഴിച്ചു ഏട്ടൻ. ഉച്ചയ്ക്ക് നമ്മൾ അവിടെ പുറത്ത് പോയി കഴിച്ചു. വേദ നെട്ടയത്തായിരുന്നു. അപ്പോൾ വൈകുന്നേരം പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം മീൻ വാങ്ങാമെന്ന് കരുതിയപ്പോൾ പിന്നെ കരുതി വേണ്ട, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി നാളെയും ഇവിടെ ജോലിക്ക് ചേട്ടനൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഞാൻ കുക്ക് ചെയ്യുന്നില്ല. വേറെ കുറച്ച് ചില്ലറ പരിപാടികളുണ്ട്. അപ്പം നാളെ അങ്ങനെ പോയി. അതുകൊണ്ട് പിന്നെ മീൻ വാങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് മുട്ടക്കറിയിലേക്ക് അങ്ങ് മാറ്റിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അത് തട്ടി വെക്കാനായിട്ട് എടുത്തപ്പോൾ ആ ഡ്രോയറിൽ തന്നെ പയർ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പല സാധനങ്ങളും അതേ മറന്നു പോകും എവിടെയാണ് എങ്ങനെയാണ് വച്ചിരിക്കുന്നതെന്നുള്ളത്. അങ്ങനെ മറന്നു പോയിട്ടാണ് പയറൊക്കെ വാങ്ങിച്ചത്. ഭാഗ്യത്തിന് ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ, കാരണം ഇരുന്ന് ചീത്തയായി പോവായിട്ട്. ഞാൻ പറഞ്ഞു എല്ലാം 1/4 കിലോ വെച്ച് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ 1/4 കിലോ വെച്ച് വാങ്ങി. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ മാംഗോ ആണ് കേട്ടോ. നല്ല, ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്വീറ്റാണ്. പക്ഷെ ഭയങ്കര മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഇല്ല. ഭയങ്കര മധുരം, പച്ചവെള്ളത്തിൽ എന്തോ ഒരു മധുരം ചേർത്തൊരു ഫീൽ കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, വാങ്ങാമെന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ വേദയ്ക്ക് ഞാൻ രാവിലെ മാങ്ങയെല്ലാം അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ആക്കാമെന്ന് കരുതി. അങ്ങനെ ഷേക്ക് അടിച്ചപ്പോഴേക്കും ഭയങ്കര തിക്കായിട്ട് ഐസ്ക്രീം പോലെ ഇരിക്കുന്നു. അപ്പോൾ വേദയ്ക്ക് അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. വേദയ്ക്ക് മാംഗോ ഷേക്ക്, മാംഗോ ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നാൽ അധികം ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വീട്ടിലുണ്ടാക്കിയാൽ പിന്നെയും ഞാൻ ഈ മാംഗോ ജ്യൂസൊക്കെ കുടിക്കും. എനിക്ക് മാംഗോ ഐസ്ക്രീം ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. ഞാൻ പയറും പരിപ്പും എല്ലാം ഇതുപോലൊരു സാധനത്തിലാണ് തട്ടി വയ്ക്കുന്നത് കേട്ടോ. അത് പക്ഷെ തട്ടി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതിൽ ആ തട്ടുന്ന ആ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, ചെറിയൊരു ഹോള് പോലെയുള്ളൂ. അപ്പോൾ അതുവഴി പരിപ്പോ പയറോ എന്ത് സാധനം ഇട്ടാലും ഫുൾ താഴത്ത് പോകും കേട്ടോ. ഇപ്പം ഞാനത് എങ്ങനെയാണ് ഇടുന്നതെന്ന് പഠിച്ചു. അങ്ങനെ ഒരു നാക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണ്. മറ്റേ ഒരു ഫണൽ പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടാലും അതിൽ കറക്റ്റ് വീഴില്ല, കാരണം ഫണൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അത് ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പം ഞാൻ അതിൽ തട്ടാനായിട്ട് പഠിച്ചു കേട്ടോ. അങ്ങനെ പയറും പരിപ്പും ഒക്കെ നിമിഷ നേരം കൊണ്ട് ഞാൻ അതിൽ തട്ടി വെച്ചിട്ട് ഷേക്ക് അടിക്കുകയാണ്. ഷേക്ക് അടിക്കാൻ ഐസ് ക്യൂബ്സ് നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഐസ് ക്യൂബ്. ഉച്ചയ്ക്കല്ല, വൈകുന്നേരം ആയപ്പോൾ എടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഐസ് ക്യൂബ്സ് സെറ്റായിട്ടില്ല, അത് വെള്ളം പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല കേട്ടോ, വീട്ടിൽ വെള്ളമില്ല. വെള്ളമില്ല എന്ന് ഉദ്ദേശിച്ചത് കുടിക്കാൻ തിളപ്പിച്ച വെള്ളമില്ല. പിന്നെ ഫ്രിഡ്ജിൽ വേറെ പച്ചക്കറികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുട്ട സാധനങ്ങളെല്ലാം ഞാൻ ബാക്കി കുറച്ചുണ്ടായിരുന്നത് നെട്ടയത്തെടുത്ത് കൊടുത്തിട്ടാണ്, കുറച്ച് എന്തൊക്കെ ഉണ്ടായിരുന്നത് നെട്ടയത്തെടുത്ത് കൊടുത്തിട്ടാണ് പോയത്. അല്ലാതെ വേറെ ഒരു സാധനങ്ങളും വീട്ടിലില്ല കേട്ടോ. കാരണം ഒരു മാസം നമ്മളില്ല. ഇതിന് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരുന്നാൽ പോലും എല്ലാം ചീത്തയായി പോകും. വെറുതെ എന്തിന് ചീത്തയായി നാറി അതിനകത്തിരുന്ന് എടുത്ത് കളയേണ്ടത് വേണ്ടാന്ന് എഴുതി കുറച്ചൊക്കെ എന്തോ വെജിറ്റബിൾസ് ഇരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെ ഇരുന്നു തന്നെ എടുത്ത് ഞാൻ നെട്ടയത്ത് കൊടുത്തു. മുട്ടയൊക്കെ ഇരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ നെട്ടയത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് ഞാൻ ഷേക്കൊക്കെ അടിച്ചത്. ഇത്രയും തിക്കായിട്ടിരിക്കുകയാണ് ഷേക്ക്. അത് വേദയ്ക്ക് ഓക്കെയാണ്. ഞാൻ കുടിച്ചു നോക്കടി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമായി, അവൾ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പക്ഷെ കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു. മധുരം കുറച്ച് കുറവായിരുന്നു. പാലൊക്കെ ഒഴിച്ചത് കൊണ്ടാകാം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും മധുരം കുറച്ച് കുറവായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി ഷുഗർ ഒന്നും ഇടണ്ട, നീ കൊണ്ടുപോയി കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ അതിനെ കൊണ്ടുപോയി കഴിച്ചിട്ടു. ഇങ്ങനെ സ്പൂണിൽ കോരി കഴിക്കുക ഐസ്ക്രീം പോലെ, അത്രയും തിക്കായിട്ടിരിപ്പുണ്ട്. കുറച്ചുകൂടെ ആക്ച്വലി പാലോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ആവുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും കുറച്ച് കുടിച്ചു. ലേശം ഏട്ടന് കൊടുത്തു. ഏട്ടന് വേണ്ട, ഇനി ഇത് കുടിച്ചാൽ പുട്ട് കഴിക്കാൻ പറ്റില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു 2 ഔൺസെങ്ങാനും വരും കേട്ടോ. അത് ഏട്ടൻ കുടിച്ചു, ബാക്കി ഞാനും കുടിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് വാങ്ങിയപ്പോഴേ വേദ പറഞ്ഞായിരുന്നു എനിക്ക് ഷേക്ക് വേണം, ജ്യൂസ് വേണം, എനിക്ക് അടിച്ച് തന്നോളാം എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാം സെറ്റാക്കി ആദ്യം ഞാൻ ഫ്രീസറിൽ വെച്ചു നന്നായിട്ട് ചില്ലാവാനായിട്ട്. എന്നിട്ടാണ് എടുത്ത് താഴെ വെച്ചത് കേട്ടോ. അങ്ങനെ മാംഗോ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച ശേഷം അടുത്ത സവോള അരിയാണ് ഉള്ളിക്കറി വയ്ക്കാനായിട്ട്, ഉള്ളിക്കറിയല്ല മുട്ടക്കറി വയ്ക്കാനായിട്ട്. കുറേ ദിവസത്തിന് ശേഷം അടുക്കളയിൽ കയറിയപ്പോൾ ഭയങ്കര എന്തോ ഞാൻ വലിയ സംഭവമൊക്കെ ചെയ്യും പോലെ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഒട്ടും ഇഷ്ടമല്ല. കുക്കിംഗ് ഇഷ്ടമാണ്, ഈ പാത്രം കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചെയ്യുന്നത് പോലത്തെ ഒരു വെറുത്തൊരു കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ കുറേ ദിവസം നമ്മൾ ചെയ്യാതിരുന്നിട്ട് കിച്ചണിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്തോ വലിയ സംഭവമൊക്കെ ചെയ്യും പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ കിച്ചണിൽ കയറി ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നും നിലത്ത് നിൽക്കാനുള്ള സമയം ഉണ്ടായില്ല. എന്നിട്ടും എനിക്ക് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ വലിയ മടിയൊന്നും തോന്നുന്നില്ല. പാത്രം കഴുകാൻ തോന്നുന്നു, അത് ചെയ്യാൻ തോന്നുന്നു, ഇത് ചെയ്യാൻ തോന്നുന്നു. കാരണം കുറേ ദിവസം നമ്മൾ അവരുടെ റൊട്ടീൻ കറികളൊക്കെ കഴിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുക എന്നുള്ള ഒരു ഇത് കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്യാണ് ഞാൻ. പക്ഷേ എനിക്ക് രാത്രി പുട്ടും മുട്ടക്കറിയൊന്നും വേണ്ടാന്ന് കരുതി ഉച്ചയ്ക്കൊക്കെ ഞാൻ വൈകിട്ട് അവിടെ നിന്ന് പഴംപൊരിയൊക്കെ കഴിച്ചിട്ടൊന്ന് വയറെല്ലാം ഫുള്ളായിരിക്കും കേട്ടോ. എല്ലാവരും കാണുമ്പോൾ വണ്ണം വെച്ചു എന്നും കൂടി പറയുന്നത്. അതുകൊണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് വൈകുന്നേരം കഴിച്ചില്ല. ഇനി എന്തായാലും 2-3 ദിവസത്തേക്ക് ഞാനിങ്ങനെ ആയിരിക്കും. ഇനി തിങ്കളാഴ്ച മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ഡയറ്റ് ആയിരിക്കും. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് ഞാൻ 1 കിലോ 1.5 കിലോ ഒക്കെ കുറയ്ക്കും. അത് വേറെ കാര്യം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഇതേ പുട്ടൊക്കെ നനച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം രാവിലെ കുറച്ച് പരിപാടികളെല്ലാം വൈകുന്നേരം എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വൈകിട്ട് വന്ന് പുട്ടുകുറ്റിയിൽ ഇങ്ങനെ മാവെടുത്ത് വെക്കുന്ന പാടേ ഉണ്ടായിരുന്നുള്ളൂ. നിമിഷ നേരം കൊണ്ട് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് കിടപ്പുണ്ട്. പുട്ടായതുകൊണ്ടാണ് ഗ്രേവി ആയിട്ട് എടുത്തത്. ചപ്പാത്തി ആയിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാണ്ട് അങ്ങനെ പുരട്ടി മെഴുക്കുരട്ടി പോലെ എടുത്താണ് കേട്ടോ. അപ്പോൾ അത് പുട്ടായതുകൊണ്ട് വിരവി കഴിക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവാനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുട്ടും മുട്ടക്കറിയും കൂടെ കഴിക്കും കേട്ടോ. ആഹാ, എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയോ. കുറേ ദിവസത്തിന് ശേഷം എൻ്റെ കിച്ചണിൽ കയറി ഞാൻ വെച്ച് വിളമ്പിയപ്പോൾ എന്താ സ്വാദ്. ഞാൻ അതിലൊരു മാഗി ക്യൂബ് ഇടും കേട്ടോ. മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇടും. ഭയങ്കര ടേസ്റ്റാണ് ഉള്ളിക്കറിയിൽ ആ ഒരു ഇതിടുമ്പോൾ. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ടു വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്ത് തീർക്കാൻ പെൻഡിങ് ആയിട്ടുണ്ട്. കുറേ വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. കുറേ കൊളാബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ പാടാട്ടോ. നാളെ ഇനി ജോലിക്കൊക്കെ ആ ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.